ഇന്ന് സാറ്റർഡേ കൊടുക്കാനുള്ള കുറച്ച് കേക്ക് ഓർഡേഴ്സ് കണ്ടാലോ. അധികവും എനിക്ക് വന്നിട്ടുള്ളത് റെഡ് വെൽവെറ്റ് ഫ്ലേവറിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ആദ്യം ഞാൻ ചെയ്തിട്ടുള്ളത് 1.5 കിലോ വെയിറ്റ് ചെയ്യുന്നൊരു കേക്കാണ്. അതിൻ്റെ സ്പഞ്ച് റെഡിയാക്കിയിട്ടുണ്ട്. സാധാരണ എനിക്ക് 1.5 കിലോ എല്ലാം കേക്ക് വന്നാൽ ഞാൻ ചെയ്യൽ ആദ്യം 1 കിലോ കേക്കിൻ്റെ ബാറ്റർ ഉണ്ടാക്കിയിട്ട് 2 പാനിൽ ഒഴിച്ചു കൊടുക്കും. കാരണം എൻ്റെ കയ്യിൽ എല്ലാ പാൻ്റെയും 2 ഉണ്ട്, 3 ഇല്ല. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച പണി കുറച്ചും കൂടി ഒന്ന് ഈസി ആക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്തൊരു സ്റ്റീലിൻ്റെ 6 ഇഞ്ച് വരുന്ന ഒരു പാത്രം ഉണ്ടായിന്, ഒരു ടിഫിൻ ബോക്സ് പോലത്തെ. അപ്പോൾ അതിൽ ചെയ്യാം. എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിനെന്ന് വെച്ചാൽ ഓവനിലെല്ലാം വെക്കുന്ന ടൈമിൽ എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ബട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിന്. അപ്പോൾ ഞാൻ ചിന്തിച്ച് ഇത് ഞാൻ നേരത്തെ ചെയ്യാത്തതെന്ന്. കാരണം എൻ്റെ കയ്യിൽ ഓരോ സൈസിൻ്റെ 2 പാൻസ് ഉണ്ട്. ഞാൻ ഈ അലുമിനിയം കേക്കിൻ്റെ ബേക്കിംഗ് പാത്രത്തിലല്ലാണ്ട് വേറെ ഒന്നിനും കേക്ക് ചെയ്തിട്ട്, അതുകൊണ്ട് സ്റ്റീലിൽ ചെയ്യുമ്പോൾ ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. ബട്ട് ഒരു പ്രശ്നമില്ല. പിന്നെ ഇതാ ഈ ഒരു 1/2 kg വൈറ്റ് ഫോറസ്റ്റ് ആണ് കേട്ടോ. ഇതിൽ ഞാൻ വെച്ച് കസ്റ്റമർ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമില്ല ഡിസൈൻ ചെയ്തോന്ന്. അപ്പം ഞാനൊരു ഫ്ലോറൽ ഡിസൈനിലെ കേക്ക് ചെയ്യാൻ വിചാരിച്ച്. സാധാരണ ഞാൻ ഫ്ലോറൽ ഡിസൈൻ കേക്ക് ചെയ്യലില്ല. അങ്ങനെ ഒരു ഡിസൈൻ തപ്പിപ്പിടിച്ച് ചെയ്യാൻ വേണ്ടി കേക്കിലേക്ക് പ്ലാൻ ആക്കിയതാണ്. പക്ഷെ നല്ല അട്ടർ ഫ്ലോപ്പായി. ആൻഡ് അത് കഴിഞ്ഞിട്ട് പിന്നൊരു ഡിസൈൻ നോക്കി, അതും വർക്കായില്ല. അപ്പോൾ പിന്നെ മൊത്തം കേക്ക് കൊളാവണ്ടെന്ന് വിചാരിച്ച് അതെല്ലാം എടുത്ത് കളഞ്ഞ് ചെറിയൊരു ഫിനിഷിങ് മുകളിൽ നിന്ന് പോയി. അപ്പോൾ അതൊന്ന് നീറ്റാക്കാൻ വേണ്ടി കുറച്ച് വൈറ്റ് ക്രീം അപ്ലൈ ചെയ്ത് ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുത്ത് പിന്നെ മൊത്തം ഒരു റോസറ്റ നോസിലേജ് ഇതുപോലെ ചെയ്ത്. അതിൻ്റെ അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് പേൾസും കൂടി ഇട്ടെടുത്തപ്പോൾ നമ്മളെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാ ഇങ്ങനെയാണ്.